ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മീനെ ആരതി കഴിഞ്ഞ് തന്നെ അകത്തോട്ട് കയറ്റുവാണ് കേട്ടോ നമ്മുടെ രാധികാമ്മയാണെങ്കിൽ നമ്മുടെ കാഞ്ചനയോട് ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇത് ഒഴിഞ്ഞ് കയറ്റിക്കോളാം എന്ന് പറഞ്ഞ് ആരതിയൊക്കെ ഒഴിയുവാണ്. ആ സമയത്ത് വരുണും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, വരുണേട്ടൻ വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി വന്നതല്ലേ, വീഡിയോ മാത്രമല്ല ഞാനൊരു സെൽഫിയും കൂടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു സെൽഫിയും കൂടെ എടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രാധികാമ്മയെ വരുണും അകത്തോട്ട് കയറിപ്പോവുക. ആ സമയത്ത് ഗീതു നമ്മുടെ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു എവിടെന്ന് പറയാം, എന്ത് പണി ഒപ്പിക്കാനാ എന്നിങ്ങനെ ഓർക്കെ പറയുമ്പോഴത്തേക്കും ഗീതു പറയാം, പയ്യെ പറഞ്ഞാൽ മതി, ഇവിടുത്തെ ഭിത്തിക്ക് പോലും കേൾവിയുണ്ടെന്ന് എനിക്ക് സംശയം എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് ഇരിക്കുക അമ്മയെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കൂട്ടി കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അകത്ത് ചെന്നിരിക്കാവുന്ന നേരത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ വിജയലക്ഷ്മി പറയുവാണ്. രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെന്തിനാ അവൾ പോണേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ നമ്മുടെ ഗീതു. അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കാഞ്ചന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വിജയലക്ഷ്മിയോട് അമ്മ എവിടെ ഇരിക്കുക, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഗീതു അവിടെ ഇരുത്തുവാണ് കേട്ടോ. അതേ സമയത്ത് രാധികാമ്മ ഇതെല്ലാം ഒരു ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, നീ അത് വെച്ച സ്ഥലം കറക്റ്റായിട്ട് പറയുന്നതൊക്കെ ക്ലിയറായിട്ട് കേൾക്കാം എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് വരുൺ പറയാം, അമ്മ ആരതി ഒഴിഞ്ഞ് കയറ്റാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഐഡിയ ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മെഷീൻ കൊണ്ട് ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഓഡിയോ ഡിറ്റക്ടർ കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഫ്ലവർ വേസിൻ്റെ ഇടയ്ക്ക് ഹാളിൽ തന്നെ കൊണ്ടുവച്ച് ആ കാഞ്ചന ആരതി എടുക്കാൻ പോയ സമയത്താണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രാധി പറയുന്നുണ്ട്, എന്തായാലും സ്ഥലം കറക്റ്റാണ്, എല്ലാം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ ഗീതു, ഗോവിന്ദനോട് ഇഷ്ടം ഒന്നും പറയണ്ടേന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗീതു ഇങ്ങനെ നാണിച്ചിട്ട് പറയണം, ഇന്ന് ഞാൻ മനസ്സ് തുറക്കും എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന രാധികാമ്മ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെട്ടുവാണ്. എന്നിട്ട് രാധികാമ്മ വരുണോട് പറയാം, അപ്പോൾ അവൾ ഇത്ര നാളിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഓരോ കൂത്തായിരുന്നല്ലേ. എന്നിട്ട് വരുണോട് പറയാം, അവൾ ഇന്നാണ് കണ്ണനോട് ഇഷ്ടം പറയാൻ പോകുന്നത്. അപ്പം വരുൺ ചോദിക്കുന്നുണ്ട്, അപ്പം ഗീതു പ്രഗ്നൻ്റാന്ന് പറഞ്ഞോ, അതൊക്കെ വെറുതെ തള്ളിയതല്ലേ, എന്തായാലും അവൾക്കിട്ട് ഇന്നൊരു പണി കൊടുക്കണം എന്ന് രാധികാമ്മ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, അത് മാത്രമല്ല അവൾ ഇന്ന് ഇഷ്ടം പറയാൻ അനുവദിക്കാനും പാടില്ല, എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാഞ്ചന ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന നമ്മുടെ ഗീതു കാണുവാണ് കേട്ടോ. അപ്പോൾ ആ ദേഷ്യത്തിന് ഗീതു അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസ് വരുൺ ഓഡിയോ ഡിറ്റക്ടർ വെച്ചേക്കുന്ന ഫ്ലവർ വൈസ് എടുത്ത് ഒറ്റ എറിയുവാണ് കേട്ടോ. അത് നേരെ ചെന്ന് കാഞ്ചനയുടെ തലക്കിട്ട് കൊള്ളുവാണ്. ആ സമയത്ത് നമ്മുടെ ഹെഡ്സെറ്റ് കണക്റ്റ് ആയിരിക്കുന്ന രാധികാമ്മയുടെ ചെവിയിൽ നിന്ന് രാധികാമ്മ, അയ്യോ ഇതെന്താ ഒരു ഒച്ച എന്നിങ്ങനെ വരുണോട് പറയാം. എന്നിട്ട് പറയാം, എന്തോ ഒരു വലിയ ഒച്ചയും കേട്ടു, ഒരു പട്ടി മൂങ്ങുന്ന ഒച്ചയും കേട്ടു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വരുൺ ചോദിക്കുക, പട്ടി മൂങ്ങുന്ന ഒച്ചയോ എന്ന് പറയുമ്പോഴത്തേക്കും കാഞ്ചന കരഞ്ഞുകൊണ്ട് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ കാഞ്ചന കരഞ്ഞുകൊണ്ട് വരുന്ന ഈ ഒച്ച കേൾക്കുമ്പോഴേക്കും ഈ ഒച്ച തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീയാണോ കരഞ്ഞത്, എന്നാ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാമിയല്ലേ പറഞ്ഞത് ഗീതുപ്പാപ്പ എന്ത് പറഞ്ഞാലും അത് ഒളിഞ്ഞെന്ന് കേട്ട് മാമിയോട് ഒന്ന് പറയണമെന്ന്. ഞാനങ്ങനെ ഒളിഞ്ഞു നിന്ന് കേട്ടപ്പോൾ ഗീതുപ്പാപ്പ ആ ഫ്ലവർ വൈസ് എടുത്ത് എൻ്റെ തലക്കിട്ട് ഒറ്റ എറിഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കാണിക്കുവാണ്, എൻ്റെ തലയിലൊരു ഉണ്ണിയപ്പത്തിൻ്റെ മുഴുപ്പിൽ വന്നേക്കുന്നു, ഇതിനെന്തേലും തിരിച്ച് ചെയ്യണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറയുവാണ്. ആ സമയത്താണ് ഗോവിന്ദ് ഗീതുവിൻ്റെ വണ്ടിയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുന്ന അറക്കൽ. എന്നിട്ട് അയ്യപ്പണ്ണനോട് പറയുന്നുണ്ട്, ഈ പെൻഡ്രൈവ് ഞാനിവിടെ തന്നെ വെച്ചേക്കാം, അവിടെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ ആദ്യം തന്നെ ആ പാട്ട് കേൾക്കും, അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഇഷ്ടം പറയുന്ന അവൾ കേൾക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അയ്യപ്പണ്ണൻ പറയുന്നുണ്ട്, എല്ലാവിധ ആശംസകളും കുഞ്ഞെ, ഈ തവണയെങ്കിലും ഫ്ലോപ്പ് ആവാതിരിക്കട്ടെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അയ്യപ്പണ്ണൻ പറയുവാണ്, ഈ സ്കൂട്ടർ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ കുഞ്ഞെ, ഇനി ഇത് കണ്ട് ഇത്തലങ്ങാനും കയറിപ്പോയാലോ, ഞാനിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദ് അകത്തോട്ട് കയറാൻ നേരത്ത് പരിചയമുള്ള ഒരാളെ കാണുവാണ്. അപ്പോഴേക്കും ഇത് ആരുടെ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത്, വിജയലക്ഷ്മി അവരിവിടെ വന്നിട്ടുണ്ടോ, ഇത് അവരുടെ കൂടെയുള്ള ഡ്രൈവർ അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഗോവിന്ദ് അകത്തോട്ട് കയറുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന അയ്യപ്പണ്ണൻ ആ വണ്ടി സ്കൂട്ടർ പയ്യെ തള്ളി വെള്ളോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ ഗീതു കുഞ്ഞിനോട് പറഞ്ഞ് എനിക്ക് സ്വന്തമാക്കണം, ഇത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് ഒരു തെങ്ങിനിട്ട് ഇടിക്കുവാണ് കേട്ടോ സ്കൂട്ടറും കൊണ്ടുപോയി. ആ സമയത്ത് അകത്ത് ഗീതുവും രഞ്ജുവും രാധികാമ്മയൊക്കെ നമ്മുടെ വിജയലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും രഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മറ്റാരെയും വിഷമിപ്പിക്കരുത് വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുത്താൽ വളർത്തുന്നതെന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് വരുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, മറ്റാരെയും വിഷമിപ്പിക്കുന്നൊന്നും രഞ്ജു അല്ല, അത് നിങ്ങളാന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു ഇങ്ങനെ ചാടി എഴുന്നേക്കുവാണ്. അപ്പം വിജയലക്ഷ്മി രഞ്ജു എഴുന്നേക്കുവാണ് കേട്ടോ. എന്നിട്ട് അവരോട്
നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് രാധികാമ്മ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് രാധികാമ്മയല്ലേ വിജയലക്ഷ്മി അമ്മേനെ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റിയെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ അന്തം വിട്ടുപോവാ. അല്ല ഇവരെന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാം അതെന്ത് ചോദ്യമാണ്, രഞ്ജുവിൻ്റെ അമ്മയ്ക്ക് പിന്നെ രഞ്ജുവിനെ കാണണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാം നിൻ്റെ എല്ലാ അടവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗീതു പറയാം എന്തടവ്, ഞാനിവിടെ എൻ്റെ സ്നേഹം കൊണ്ട് പനിനീര് തെളിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക, എന്നെയാണോ കുറ്റം പറയുന്നതെന്ന് വെച്ചപ്പോൾ ഗോവിന്ദ് പറയാം നീ മിണ്ടാതിരുന്നു, നിൻ്റെ പനിനീര് തെളിക്കലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രാധികമ്മ എന്തിയാന്ന് പിന്നെയും ചോദിച്ചിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഗീതു പറയാം ഗീതു രഞ്ജുവും പറയാം രാധികാമ്മ തന്നെയാന്നേ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റിയത്, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുമെന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയോട് പറയാം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വാ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദ് അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ വിജയലക്ഷ്മി പറയുവാണ് എനിക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ച് കെട്ടി രണ്ടെണ്ണം പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവും എന്ന് പറയുവാണ്. അപ്പോൾ ഗീതു പറയാം ഇനി അതെല്ലാം കഴിയുമ്പോഴായിരിക്കും എനിക്കുള്ളത് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ഗീതുവിനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയാം മോളിൽ സഹിക്കുന്നതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണെന്നറിയാം എന്ന് പറഞ്ഞ് രഞ്ജുവിനോട് പറയാം ഓക്കെ മോളൊന്ന് ഇവിടെ നിന്നോ, അമ്മ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി നേരെ ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുവാണ് കേട്ടോ. ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഗോവിന്ദ് ആദ്യം തന്നെ ചോദിക്കുന്ന രഞ്ജു നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം രാധികാമ്മ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുവാണ്. നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തു കാണും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് വിജയലക്ഷ്മി പറയുന്നുണ്ട് രാധികയ്ക്ക് അത് പണ്ടേ അറിയായിരുന്നു, അതിലാണ് പ്രിയയുടെ മനസ്സിൽ അവർ ഓരോ വിഷവും കുത്തിവെച്ചത് എന്നൊക്കെ പറയുവാണ് കേട്ടോ ഗോവിന്ദനോട്. അപ്പോൾ ഗോവിന്ദ് പറയാം നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്, അതിനുവേണ്ടി ഞാനിപ്പോൾ രാധികാമ്മനെ വെറുക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിച്ച് തിരിച്ച് ഗോവിന്ദ് ചൂടാവുകയാണ്. അപ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയാം ഞാനതൊന്നും പറയാനും അല്ല വന്നേ, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനും അല്ല വന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പിന്നെ എന്താ നിങ്ങൾക്ക് പറയണ്ടേ എന്ന് ചോദിക്കുമ്പം വിജയലക്ഷ്മി പറയുന്നു ഞാൻ നിന്നെ കുറേ തവണ ഫോണിൽ വിളിച്ചായിരുന്നു, നീ ഫോൺ എടുത്തിട്ടില്ല, അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും വിളിക്കാനുള്ളൊരു മര്യാദ കാണിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴും ഗോവിന്ദ് പറയും എനിക്കങ്ങനെ വിളിക്കണം എന്ന് തോന്നിയില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ദേഷ്യപ്പെട്ട് പറയാം അതിൻ്റെ ആവശ്യമുണ്ട്, അനാർക്കലി വിളിച്ചിരുന്നു നീ അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അനാർക്കലിയെ പറ്റി പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദ് ആകെ ഞെട്ടുവാണ് കേട്ടോ. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഗോവിന്ദിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.